ഗുഡ് മോർണിംഗ്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാണ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും. നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇത് കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പല ക്വസ്റ്റ്യനും എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു പോർഷനാണിത്. അപ്പോൾ ആ ഇമ്പോർട്ടൻസിനോട് പഠിച്ചു വെക്കണം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. Okay, today's first topic is information technology and supply chain management. What is the importance or use of information technology in supply chain management? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The performance of the supply chain depends upon the coordinated efforts of several parties. നമുക്കറിയാം, ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ. കുറേ ഓർഗനൈസേഷൻസ് ഒരു നെറ്റ്വർക്ക് പോലെ വർക്ക് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് കോർഡിനേറ്റഡ് എഫേർട്ടാണ്. ഇവർ തമ്മിൽ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് ഉണ്ടാവണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം, പ്രോപ്പർ ഇൻ്റഗ്രേഷൻ വേണം. ഇതൊക്കെ ഉണ്ടായാലാണ് ആ സപ്ലൈ ചെയിൻ സക്സസ് ആവുള്ളൂ. അപ്പോൾ ദ പെർഫോമൻസ് ഓഫ് എ സപ്ലൈ ചെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കോർഡിനേറ്റഡ് എഫേർട്സ് ഓഫ് സെവറൽ പാർട്ടീസ്. ഇൻ്റഗ്രേഷൻ ഓഫ് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട്സ് ടു ദി എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദി സപ്ലൈ ചെയിൻ. ഇങ്ങനെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദി എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് സപ്ലൈ ചെയിൻ. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സപ്ലൈ ചെയിൻ്റെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇൻഫർമേഷൻ പ്ലേസ് എ കീ റോൾ ഇൻ സപ്ലൈ ചെയിൻ. അപ്പോൾ ഇതിൽ നമ്മുടെ സപ്ലൈ ചെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻഫർമേഷൻ എന്ന് പറയാം. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എനേബിൾസ് ദ മാനേജേഴ്സ് ടു ടേക്ക് റൈറ്റ് ആൻഡ് ടൈംലി ഡിസിഷൻ. മാനേജേഴ്സിന് എന്ത് വേണം, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടണം, അതായത് ലേറ്റസ്റ്റ് ആയ ഇൻഫർമേഷൻ കിട്ടണം. ദാറ്റ് വിൽ എനേബിൾ ദം ടു ടേക്ക് റൈറ്റ് ആൻഡ് ടൈംലി ഡിസിഷൻ. അങ്ങനെ നമ്മുടെ മാനേജേഴ്സിന് അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഏബിൾ ടു ടേക്ക് റൈറ്റ് ആൻഡ് ടൈംലി ഡിസിഷൻ. സമയത്ത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് നമ്മുടെ കമ്പനിക്ക് ഹെൽപ്ഫുള്ളായ രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾസ് ദ മാനേജേഴ്സ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. അപ്പോൾ ഇങ്ങനെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്താൽ ദേ വിൽ ഗെറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ് ഇൻഫർമേഷൻ ദേ ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. എവറി ഡിസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ ആർ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ. എല്ലാം ഒരു സപ്ലൈ ചെയിനിലത്തെ ഓരോ പാർട്ടിസിപ്പൻസിൻ്റെയും ഒരു ചെറിയൊരു ഡിസിഷൻ ആയിക്കോട്ടെ, ആ ഡിസിഷൻ എടുക്കുന്നത് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷനാണ്. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ബേസിലാണ്. സപ്പോസ് ഒരു മാനുഫാക്ചറർ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഹോൾസെയിലർ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിലാണ്. കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് അറിയുന്ന ആൾ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഹോൾസെയിലർ അല്ലെങ്കിൽ റീറ്റെയിലറാണ്. അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിലാണ് മാനുഫാക്ചറർ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ദെൻ മാനുഫാക്ചറർ കൊടുക്കേണ്ട പ്രൊഡക്ഷൻ ഇൻഫർമേഷൻ്റെ ബേസിലാണ് സപ്ലയർ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യേണ്ടത്. ദെൻ സപ്ലയർ അല്ലെങ്കിൽ മാനുഫാക്ചറർ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിലാണ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനി റോ മെറ്റീരിയൽ എടുക്കാനായിട്ട് വരേണ്ടത്. ദെൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിലാണ് വെയർഹൗസ് മാനേജർ അതിനുള്ള സ്പേസൊക്കെ കറക്റ്റാക്കി വെക്കേണ്ടത്. അപ്പോൾ ഓരോ പാർട്ടിസിപ്പൻസും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇൻഫർമേഷനും ഷെയർ ചെയ്യേണ്ട പല സിറ്റുവേഷൻസും ഒരു സപ്ലൈ ചെയിനിൽ ഉണ്ടാവും. അങ്ങനെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാം. അങ്ങനെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഡിസിഷൻസൊക്കെ കറക്റ്റ് ഡിസിഷൻസ് ഓൺ ദി റൈറ്റ് ഡിസിഷൻസ് ഓൺ ദി റൈറ്റ് ടൈം നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ചെയിൻ്റെ സക്സസ്സിന് ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ഫാസ്റ്റസ്റ്റ് ഷെയറിങ് ഓഫ് ഇൻഫർമേഷന് വേണ്ടി നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റും. Then information technology assists the managers in collecting, analyzing and applying information.
അപ്പം നമുക്ക് ഈ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് മാനേജേഴ്സ് ക്യാൻ കളക്ട്, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്യാനായിട്ട് പല ടെക്നോളജി നമുക്ക് ഡെവലപ്ഡാണ്. ദെൻ അപ്ലൈയിങ് ഇൻഫർമേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഈ 3 കാര്യങ്ങൾക്ക് നമുക്ക് മാനേജേഴ്സിനെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫർമേഷൻ ടെക്നോളജി അസിസ്റ്റ് ദ മാനേജേഴ്സ് ഇൻ കളക്ടിങ്, അനലൈസിങ് ആൻഡ് അപ്ലൈയിങ് ഇൻഫർമേഷൻ. It can be termed as a key driving force of the supply chain as it collect, analyze and share information for the coordinated functioning of the chain. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജീനെ കീ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദി സപ്ലൈ ചെയിൻ, ഒരു സപ്ലൈ ചെയിൻ്റെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നമുക്ക് ഏതിന് യൂസ് ചെയ്യാം, ഇൻഫർമേഷൻ ടെക്നോളജീനെ വേണമെങ്കിൽ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് കളക്ട്, അനലൈസ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ ഫോർ ദി കോർഡിനേറ്റഡ് ഫങ്ഷനിങ് ഓഫ് ദി ചെയിൻ. ഒരു സപ്ലൈ ചെയിൻ്റെ കോർഡിനേറ്റഡ് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ദ ഇൻഫർമേഷൻ ടെക്നോളജി കളക്ട്, അനലൈസ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ. കളക്ട് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ട്, ദെൻ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജീനെ ഇസ് എ കീ ഡ്രൈവിംഗ് ഫോഴ്സ് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ദെൻ പല സപ്ലൈ ചെയിൻ ഡിസൈൻ, സപ്ലൈ ചെയിൻ പ്ലാനിങ്, സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ്, ഈ ഏരിയയിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് സപ്ലൈ ചെയിൻ ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സപ്ലൈ ചെയിനിൽ ഏതൊക്കെ പാർട്ടിസിപ്പൻസ് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ടും മാക്സിമം 9 പേരാണ്. ചില കമ്പനികളിൽ അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ കമ്പനിയുടെ സപ്ലൈ ചെയിനിൽ എത്ര പാർട്ടിസിപ്പൻസ് വേണം, അതെങ്ങനെയായിരിക്കണം, ആരൊക്കെ ആയിരിക്കണം, ഏത് സപ്ലയർ ആയിരിക്കണം, ഏത് ട്രാൻസ്പോർട്ടിംഗ് കമ്പനി ആയിരിക്കണം, ദെൻ ഏത് വെഹിക്കിൾ വെയർഹൗസിംഗ് കമ്പനി ആയിരുന്നു നമുക്ക് തീരുമാനിക്കാനായിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാം. ദെൻ സപ്ലൈ ചെയിൻ പ്ലാനിങ്, ഓരോ ആക്ടിവിറ്റിയും ഓരോരുത്തരുടെ ഡ്യൂട്ടി അതൊക്കെ അസൈൻ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ദെൻ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻ, പ്രോപ്പർ ഫങ്ഷനിങ് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സ്മൂത്തായിട്ട് നടത്താനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് ഇൻട്രപ്ഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ IT പഠിച്ചിട്ടുള്ളൊരു ടേമാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. എന്താണ് എൻ്റെ മീനിങ്? ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ ഇലക്ട്രോണിക് ഫോം. അതാണ് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ബിസിനസ് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 ഫേംസ് ഇൻ ഇലക്ട്രോണിക് ഫോം. ഈ ട്രാൻസ്ഫർ നടത്തുന്നത് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോണിക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടും വളരെ കണ്ടൻറ്റുള്ള ബിഗ് ഇൻഫർമേഷനൊക്കെ നമുക്ക് വളരെ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് എനേബിൾസ് ദ ഫേം ടു ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ ഓൺ റിയൽ ടൈം ബേസിസ്. റിയൽ ടൈം ബേസിസ് എന്ന് വെച്ചാൽ റിയലായിട്ട് നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് പറ്റും. Its benefits are reduced paperwork, quick transfer of information, better customer service and reduced cost. അങ്ങനെ നമ്മൾ ഈ EDI അണ്ടർടേക്കൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ പേപ്പർ വർക്ക്. നമുക്ക് പേപ്പർ വർക്കുകളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് ഫോമിൽ സെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ബൈ പോസ്റ്റോ രജിസ്റ്റേർഡോ അല്ലെങ്കിൽ ഒരാളോ അതിന് സെൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞേക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാം ഇലക്ട്രോണിക് ഫോമിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി പേപ്പർ വർക്ക്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ടൈം. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും, എക്സ്പെൻസ് കുറയ്ക്കാം, അതുപോലെ ടൈം കുറേ ലാഭിക്കാനായിട്ട് പറ്റും. ദെൻ ക്വിക്ക് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ, നമുക്ക് ഒരു ഇൻഫർമേഷൻ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബെറ്റർ കസ്റ്റമർ സർവീസ്, നമുക്ക് കസ്റ്റമർക്ക് നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് EDI എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ നമ്മുടെ ഇൻഫർമേഷനൊക്കെ ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റായിട്ടും വളരെ തിക്ക് കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ ബിഗ് കണ്ടൻറ്റുള്ള ഡാറ്റ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നമുക്കറിയാം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ EDA നമുക്ക് സപ്ലൈ ചെയിൻ യൂസ് ചെയ്യാം. അതായത് ഒരാളിൽ നിന്നും സെൻഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻ നമുക്ക് ഇലക്ട്രോണിക് ഫോമിലേക്ക് മറ്റൊരു പാർട്ടിസിപ്പൻറ്റിന് അയക്കാം. സപ്പോസ് മാനുഫാക്ചറും സപ്ലൈയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഏത് വഴിക്കാക്കാം, EDA വഴിക്കാക്കാം. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടറും മാനുഫാക്ചറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇലക്ട്രോണിക് ഫോമിലാക്കാം. റീറ്റെയിലറും ഹോൾസെയിലറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് ഫോമിലാക്കാം. ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയും വെയർഹൗസിംഗ് കമ്പനിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക് ഫോമിലാക്കാം. മാനുഫാക്ചറും ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയും തമ്മിലുള്ള ഇൻഫർമേഷനും ഇലക്ട്രോണിക് ഫോമിലാക്കാം. അങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ഈ EDA വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും സമയം ലാഭിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം സപ്ലൈ ചെയിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സ്പീഡ് ഡെലിവറി ഓഫ് പ്രോഡക്റ്റ് ആണ്. എത്രയും പെട്ടെന്ന് കസ്റ്റമർക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയും സമയം ലാഭിക്കാൻ പറ്റുമോ അത് അത്രയ്ക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആൻഡ് സ്പീഡ് സ്പ്രെഡിങ് ഓർ പാസിംഗ് ഓഫ് ഇൻഫർമേഷന് വേണ്ടി വി ക്യാൻ യൂട്ടിലൈസ് ദ സർവീസ് ഓഫ് EDI, ഓക്കെ, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സപ്ലൈ ചെയിൻ സോഫ്റ്റ്വെയർ. നമുക്ക് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്തിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഈസി ആയിട്ടും റൊട്ടീൻ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് വർക്കൊക്കെ അതൊക്കെ ചെയ്തോളും. അപ്പം അതുപോലത്തെ നമ്മുടെ സപ്ലൈ ചെയിനിൽ വരുന്ന എല്ലാ റിപ്പീറ്റേറ്റീവ് റൊട്ടീൻ എല്ലാ റെഗുലർ വർക്കും നമുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് കോൾഡ് സപ്ലൈ ചെയിൻ സോഫ്റ്റ്വെയർ. The basic objective is to transmit the data in real time and to perform supply chain process in a better way. നമുക്ക് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഓൺ റിയൽ ടൈം ബേസിസിൽ നമ്മുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും ആൻഡ് ടു പെർഫോം സപ്ലൈ ചെയിൻ പ്രോസസ് ഇൻ എ ബെറ്റർ വേ, നമ്മുടെ സപ്ലൈ ചെയിൻ പ്രോസസ്സ് നമുക്കൊരു ബെറ്റർ വേ, നല്ലൊരു ഇംപ്രൂവ്ഡ് വേയിൽ നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റിയൽ ടൈം ബേസ് എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് വളരെ സ്പീഡായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇറ്റ് എനേബിൾ ഓൾ ദ പാർട്ടിസിപ്പൻസ് ടു റെസ്പോണ്ട് ക്വിക്ക്ലി. നമുക്ക് റെസ്പോണ്ട് ചെയ്യുക വെച്ചാൽ പാസ് ചെയ്യുക ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ഉണ്ടെങ്കിൽ അതും വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ. ഇറ്റ് പ്രൊവൈഡ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ടു ദ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഈ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സ്പീഡായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് വിൽ ഇൻ ടേൺ ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ദി സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി. മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർസ് ഫോക്കസ് ഓൺ ഈച്ച് SCM പ്രോസസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മിഡിലായിട്ട് നമ്മൾ SCM പ്രോസസ്സ് പഠിച്ചു, ഒരെട്ടെണ്ണം പഠിച്ചിട്ടുണ്ട്. ആ ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ടും ഇപ്പോൾ ഓരോ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നമ്മൾ ആദ്യം പഠിച്ചത്, അതിന് മാത്രമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ദെൻ സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ദെൻ ഡിമാൻഡ് മാനേജ്മെൻറ്റ്, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് കമേഴ്സ്യലൈസേഷൻ, മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ്. അങ്ങനെ ഓരോ SCM പ്രോസസ്സിന് വേണ്ടിയിട്ടും ഓരോ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CRMന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ ആ CRMൻ്റെ ബേസിക് എയിം എന്താണ്, കസ്റ്റമറായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് വേണ്ട കുറേ കാര്യങ്ങൾ സ്റ്റെപ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പൊക്കെ ഈ സോഫ്റ്റ്വെയർ വഴിക്ക് നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും വളരെ ടൈം വളരെ കുറവെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ എല്ലാ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനും ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ERP softwares have developed integrated mechanism to all functional areas of supply chain. ERP softwares ഇപ്പോൾ അവൈലബിൾ ആണ്. have been developed integrated mechanism to all functional areas of supply chain. നമ്മുടെ സപ്ലൈ ചെയിനിൽ വരുന്ന എല്ലാ ഫങ്ഷണൽ ഏരിയാസിനും ഉപയോഗിക്കാൻ തരത്തിലുള്ള ERP സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസും നമുക്ക് ഇതിൽ കൂടെ ചെയ്യാം, ഈ സോഫ്റ്റ്വെയറിൽ കൂടെ ചെയ്ത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും ടൈം കൺസ്യൂമിങ് അധികമില്ലാണ്ടും വളരെ എക്കണോമിക്കലായിട്ട് നമ്മുടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് വളരെ ഫാസ്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവരുടെ ഓർഡർ ഫാസ്റ്റായിട്ട് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് സപ്ലൈ ചെയിൻ സോഫ്റ്റ്വെയർ.
അടുത്തൊരു ചെറിയ ടോപ്പിക് കൂടിയുള്ള നേരത്തെ ഞാൻ ERP യുടെ കാര്യം പറഞ്ഞു. ERP സിസ്റ്റം ഡെവലപ്ഡ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഫോർ ദി ഓൾ ദ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു. അതിൽ ERP എന്താണെന്ന് പറയാൻ പോണത്, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ സപ്ലൈ ചെയിൻ പ്രോസസ്സ്. നമുക്ക് സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു IT ടൂളാണ് ERP എന്ന് പറയുന്നത്. നമ്മൾ തുടക്കം തൊട്ട് ഇന്നത്തെ ക്ലാസ്സിന് തുടക്കം തൊട്ട് തന്നെ പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ വളരെ സ്പീഡായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ടൂളാണ് ഈ ERP സിസ്റ്റം എന്ന് പറയുന്നത്. It gathers and processes information relating to customer order, supplies, inventory, finance, etc. ഈ കാര്യങ്ങളിലൊക്കെ, അതായത് കസ്റ്റമർ ഓർഡറിനെ കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്, സപ്ലൈസ്, ഇൻവെൻട്രി, ഫിനാൻസ്, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തും അത് പ്രോസസ്സ് ചെയ്യുക കാര്യങ്ങളൊക്കെ ആര് ചെയ്തോളും? ഈ ERP സിസ്റ്റം ചെയ്തോളും. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഹൈ ലെവൽ ഓഫ് ഇൻ്റഗ്രേഷൻ. അങ്ങനെ നമ്മൾ ERP സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ, അണ്ടർടേക്കൺ ചെയ്യുകയാണെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ കോർഡിനേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഹ്യൂമൻ ഇൻ്റർവീനിങ് അധികം ഇല്ലാണ്ട് എല്ലാം സോഫ്റ്റ്വെയറുകൾ ഈ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്ത് പൊക്കോളും. മേജർ ERP പ്ലേയേഴ്സ് ആർ സാപ്പ്, ഒറാക്കിൾ, ബാങ്ക്, പീപ്പിൾസോഫ്റ്റ്, JD Edwards, എക്സെട്ര. ഇതൊക്കെയാണ് മെയിനായിട്ടും ERP സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ERP പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. സാപ്പും അതിൽ തന്നെ സാപ്പും ഒറാക്കിളൊക്കെയാണ് ഏറ്റവും മോസ്റ്റ് ലീഡിങ് ERP പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ള ERP എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ IT സപ്ലൈ ചെയിനിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ടൂളാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും ഇത് കളക്ട് ചെയ്ത് തന്നോളും, അത് പ്രോസസ്സ് ചെയ്ത് തന്നോളും. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന ഒട്ടുമിക്ക ആക്ടിവിറ്റീസ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം വെച്ച് ERP സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റായിട്ട് കളക്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ള നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളായ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. കുറച്ചധികം കാര്യങ്ങൾ നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. തുടക്കത്തിൽ പഠിച്ച കോൺസെപ്റ്റ്സ് ആയാലും മീനിങ്, പാർട്ടിസിപ്പൻസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ്സ് പഠിച്ചു. ഞാൻ അപ്പോൾ എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് മൊത്തത്തിൽ 8 പ്രോസസ്സും വേണമെങ്കിൽ ഒരു 8 essay ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഒറ്റയ്ക്കും essay ആയിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞ് സപ്ലൈ ചെയിൻ പ്ലാനിങ് പഠിച്ചു, നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് പഠിച്ചു. ദെൻ ഇപ്പോൾ പഠിച്ച ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും അതും പഠിച്ചു. അപ്പോൾ എല്ലാതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അതിനനുസരിച്ച് സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.